ஏம்மா இப்படி எல்லாம் சொல்றீங்க? பாவம்மா, மெர்லின் ரொம்ப நல்ல பொண்ணு தானே, அவங்க நல்லா லைஃப் லீட் பண்ணட்டும்மா. இப்படி எல்லாம் சொல்லாதீங்கம்மா. എന്റെ മോന് രാജകുമാരിയെ കിട്ടോടി. ആ ചെല്ല് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് രാജകുമാരിയെ. നിമിടാ, ഇനി മുതല് ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുക്കി ജീവിച്ചോളാം. മനസ്സിലായോ? മനസ്സിലായി. ആ അല്ല മെർലിനെ, കല്യാണം കുറച്ച് നേരത്തെ ആയി പോയില്ലേ? അല്ല ചേച്ചി, നിങ്ങളുടെ അനിയനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാലേ ഇവൻ വേറെ വല്ലവരുടെയും പുറകെ പോകും. അതുകൊണ്ടാ. അതെന്തായാലും നന്നായിട്ടാ, ഗുഡ് ഡിസിഷൻ. എന്നാലും നീ എന്റെ മോനെ തട്ടിയെടുത്തല്ലോ. പിന്നെ തട്ടിയെടുക്കാൻ പറ്റിയ മുതല് അറിയാണ്ട് എങ്ങാണ്ട് ഒരു ഇഷ്ടം തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. എന്തായാലും സംഭവിക്കാനൊക്കെ സംഭവിച്ചില്ലേ. മെർലിനെ, വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്. നമുക്ക് ഉള്ളത് കൊണ്ട് അങ്ങ് ജീവിക്കാം. ஆமா மெர்லின், உள்ள வாங்க, சந்தோஷமா லைஃப் லீட் பண்ணுவா. வாங்க. എന്തോന്ന് എടുത്തിട്ട് ജീവിക്കാൻ? ഞങ്ങള് പോവാ. എവിടെ? എന്റെ വീട്ടിലേക്ക്. എന്റെ ഡാഡി വിൻസെന്റ് തോമസേ ഇവനെ വിലക്ക് മേടിച്ചു. കേശു, നീ ശൂലംകുടിയിൽ ബാലചന്ദ്രൻ തമ്പിയുടെ മോനാ, നീ വിട്ടുകൊടുക്കരുത്. അതാണ് ഇങ്ങനെ പോയത്. അയ്യോ അയ്യോ മെർലിൻ, പ്ലീസ് ദേവി, എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുപോകും, എന്നെ ഒന്ന് മോചിപ്പിക്കുക. സമാധാനപ്പേട് കൊണ്ടുപോവാ. നിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ശൂലംകുടി വീട്ടിലെയും പടവലം വീട്ടിലെയും ഇവൻ അവകാശപ്പെട്ട സ്വത്തെല്ലാം ഇവൻ എഴുതി കൊടുത്തില്ലെങ്കിൽ എന്റെ ഡാഡിയെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. അറിയാലോ എന്റെ ഡാഡി വിജയൻ തോമസിനെ? വിജയൻ തോമസ് അല്ല, വിൻസെന്റ് തോമസ്. ഓഹോ, അമ്മച്ചിക്ക് അപ്പൊ എന്റെ ഡാഡിയുടെ പേര് മര്യാദയ്ക്ക് പറയാൻ അറിയാം. ഇനി മേലെ എന്റെ ഡാഡിയുടെ പേര് തെറ്റിച്ച് പറഞ്ഞ ഞാൻ തല്ലുകൊണ്ട് ചാവും. നിന്റെ വിധിയതാടാ. വാടാ മരവാഴെ. എന്റെ കൊച്ചിനെ വിളിച്ചു കേട്ടില്ലയോ? മരവാഴെന്നു. അയ്യോ അമ്മൂമ്മേ, അതവന്റെ പേരാ. ഇനി അവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ചേച്ചി, നീ എന്താടി ഈ വേഷത്തില്? നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഈ വിഷയത്തില്? നിനക്കെന്തിനാ ഇവിടെ കാര്യം? ഞാനിന്ന് യേശുവിനെ കല്യാണം കഴിച്ചു. ആ എടാ, നീ എന്നെ പറഞ്ഞ നീ എന്നെ കല്യാണം കഴിക്കൂ നിന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇതിട്ടേ. കേശു, എന്താണ് ഇത്? ടൈമിംഗ് ഇല്ല, ടൈമിംഗ് സെൻസ് ഇല്ല. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ്. ചേച്ചി കേൾക്കണം. സംഭവം എന്തെന്ന് വെച്ചാല്, രാവിലെ 10:30 മുഹൂർത്തത്തിന് മെർലിനെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 3:15 മുഹൂർത്തത്തിന് അലീനെ കല്യാണം കഴിക്കുന്നു. നല്ല മുഹൂർത്തമാണ് 3:15. ഇത്ര നേരത്തെ കയറി വരെ അലീനെ അടുത്ത് ഞാൻ പറഞ്ഞ ഇല്ല, പഞ്ച്വാലിറ്റി ഇല്ല. എന്താ അലീന ഇത്? ഒന്നില്ലെങ്കിൽ ഇന്ന് തന്നെ കല്യാണം അല്ലേ, അപ്പൊ കറക്റ്റ് സമയത്തിനൊക്കെ വീട്ടിൽ കയറി വരണ്ടേ? മോശമല്ലേ ഇതൊക്കെ? ടൈം ക്ലാസ് ആക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഓഹോ, അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? ഇവിടെ തീർന്നാലേ ഈ പ്രശ്നമൊക്കെ ഇവിടെ തീരും. അമ്മച്ചി ഒന്ന് പിടിച്ചേ. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ എനിക്ക് വേണ്ടി കിടന്ന് പിടിവലി കൂടല്ലേ. രണ്ടുപേരെയും ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. രണ്ടുപേരെ ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. കിളവൻ കേശു, നിനക്ക് കേശു ഓടിക്കോളാം. വീണ്ടും സ്വപ്നം. എന്തേ? എന്നാലും ബാലൻസ് ഡേ അടിപൊളിയായി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.